Hello friends, welcome to Earnest Academy. Workshop Instructor in Electronics Engineering. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന വളരെ വേക്കൻസികളുമായിട്ട് വിളിച്ചൊരു എക്സാം ആണ് അല്ലേ. അപ്പോൾ ഈ എക്സാമിനെ കുറിച്ചൊരു പുതിയ PSC അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതിനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്ര ഉണ്ടെന്ന് വന്നിട്ടുണ്ട്. 15648 പേരാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 15,000 അറൗണ്ട് 15,000 അല്ലേ, അറൗണ്ട് അല്ലെങ്കിൽ 16,000 എന്ന് നമുക്ക് പറയാം, ഒന്ന് റൗണ്ട് ചെയ്ത് പറയുന്നു. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ഇതൊരു വലിയ കോമ്പറ്റീഷൻ ആണോ ശരിക്കും? 16,000 അല്ലെങ്കിൽ 15,648 കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ കോമ്പറ്റീഷൻ ആണോ? അല്ല കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇലക്ട്രോണിക്സ് കമ്പാരിറ്റീവ്ലി ശരിയാണ്, നമുക്ക് PSC സൈഡിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ കുറച്ച് എക്സ്പെഷ്യലി PSC സൈഡിൽ കോമ്പറ്റീഷൻ പോസ്റ്റുകൾ കുറവാണ്. പക്ഷേ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അങ്ങനെ അല്ല, നല്ല രീതിയിൽ വേക്കൻസി വരുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതല്ലാണ്ട് നോർമലി നമ്മൾ ഒരു നോൺ ടെക്നിക്കൽ എക്സാം ഇപ്പോൾ അറിയാലോ, അടുത്ത ഏറ്റവും കൂടുതൽ സോർട്ട് ആഫ്റ്റർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാം വരുന്നുണ്ട്. അതിൻ്റെ കോമ്പറ്റീഷൻ നോക്കിയാൽ 5,59,000 അറൗണ്ട് 5.5 ലക്ഷത്തോളം ആൾക്കാരാണ്, കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവരിൽ നിന്നാണ് 1000-ഓ 2000-ഓ സ്റ്റുഡൻറ്റ്, കൂടിപ്പോയാൽ 2000 പേർക്ക് അഡ്വൈസ് പോകാൻ പോകുന്നതല്ലേ. അത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും കോമ്പറ്റീഷൻ കൂടുതലാണ് എന്ന് കരുതിയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് പഠിക്കാതിരിക്കുന്നവരെ? എത്ര കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, എത്ര പേരാണ് സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നത്, എത്ര പേരാണ് കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നത്? അപ്പോൾ ഇത്രയും വലിയൊരു കോമ്പറ്റീഷനിൽ നിന്നും അഡ്വൈസ് കിട്ടുന്നതിന് വേണ്ടിയാണ് അവരൊക്കെ പഠിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ 15,648 കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്ത ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ള ഡൗട്ടിൽ പഠിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, എന്തൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും ചെറിയൊരു കോമ്പറ്റീഷൻ ആണല്ലേ. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ തന്നെ ഇനി കൺഫർമേഷനൊക്കെ കൊടുക്കുന്ന കാര്യം വരുന്നുണ്ട്. എന്നാ എക്സാം വരുന്നതെന്ന് അറിയില്ല. അപ്പോഴേക്കും ചിലപ്പോൾ കുറേ പേരെങ്കിലും ഈ അപ്ലൈ ചെയ്തവരിൽ തന്നെ ജോലി കിട്ടുകയും അബ്രോഡ് പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഡേറ്റിലേക്ക് നമുക്ക് എക്സാമിന് നാട്ടിൽ വരാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? കൺഫർമേഷൻ കൊടുക്കില്ല. നമുക്കൊരു 10,000-11,000 സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സ് അപ്ലൈ കൺഫർമേഷൻ കൊടുത്ത് എക്സാം എഴുതും എന്ന് പ്രതീക്ഷിക്കാം. ഇവരിൽ തന്നെ ഒരു 3,000-4,000 സ്റ്റുഡൻസ് മാത്രമായിരിക്കും ശരിക്കും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുന്നത്. നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്ത് ഒരു കോഴ്സ് എടുത്തൊക്കെ പഠിക്കാൻ വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെ തന്നെ നല്ല രീതിയിൽ ജെനുവിൻ ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡിലുള്ള കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിരലിൽ എണ്ണാവുന്ന അത്രയും കുറഞ്ഞൊരു നമ്പറാണല്ലേ. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർന്ന് പഠിക്കാത്തവർ പിന്നെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ അവരൊക്കെ വളരെ റെയർ ആണ് അല്ലേ. ഒരു കമ്പൈൻ സ്റ്റഡി ചെയ്തൊരു ഗ്രൂപ്പായിട്ട് പോകുന്നവരൊക്കെ കുറവായിരിക്കും. ലൈക്ക് ഒരു 1000-നകത്തെ എന്തായാലും വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും ചെറിയൊരു കോമ്പറ്റീഷനിലാണ് നിങ്ങൾക്ക് വിജയിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, കമ്പാരിറ്റീവ്ലി എന്ത് ബെറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ അവസരം. അപ്പോൾ ഇനി എന്താണ് വേണ്ടത്? ഈ അവസരം പാഴാക്കരുത്. ഈ അവസരം നമ്മുടെ കൈപ്പിടിയിലാക്കണം. അതിനെന്താണ്? ശരിയായൊരു സ്ട്രാറ്റജി വേണം, നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം, നല്ലൊരു ഷെഡ്യൂൾ വേണം, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി സമയമൊന്നുമില്ല, ഇനിയും ആലോചിച്ചിരിക്കരുത്. കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് മനസ്സിലായി. ഇത് നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന ഒരു ടാസ്ക് മാത്രമാണ്. സോ പഠിച്ചു തുടങ്ങുക. എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏണസ്റ്റ് അക്കാദമി ഒരു ഫ്രീ വെബിനാർ സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. സോ ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ ഓൾസോ. ഇനി ഇത് കൂടാണ്ട് വീണ്ടും കുറച്ചെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഫ്രീ ഗൈഡൻസോ ഹെൽപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സിന് ഒരു കോച്ചിങ് ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് പോകുന്നുണ്ട്. അപ്പോൾ ആ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണം തുടങ്ങി എന്തെങ്കിലും ഈ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഫ്രീ ഹെൽപ്പ്, ഫ്രീ എന്തെങ്കിലും ഒരു ഗൈഡൻസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ഞങ്ങൾ എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുകയായിരിക്കും. സോ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.